ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച്, അവിടുത്തെ വരവിനായി നോക്കിപ്പാർക്കുന്ന ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കേണ്ട, അനുസരിക്കേണ്ട ശക്തമായ ആത്മീക ദൂതുകളാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പറയുന്നത്. അതിൽ പ്രസക്തമായ ഒരു വേദഭാഗമാണ് 1 പത്രോസ് 1:17. ഈ വേദഭാഗത്തെ, ഈ വാക്യത്തെ ഓരോ പദങ്ങൾ നമ്മൾ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഒരു ആക്ഷൻസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ഈ കേൾക്കുന്ന വചനത്തിനകത്ത് നമുക്കൊരു ശുദ്ധീകരണത്തിനുള്ള ദൂതാണ് മറഞ്ഞു കിടക്കുന്നത്. വേദഭാഗം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെ: മുഖപക്ഷം കൂടാതെ. ഒന്നാമത്തെ പദമാണ് മുഖപക്ഷം കൂടാതെ. മുഖപക്ഷമില്ലാത്ത ദൈവം, പാർഷ്യാലിറ്റി ഇല്ലാത്ത ദൈവം, മുഖം നോക്കി പ്രവർത്തിക്കാത്ത ദൈവം. മനുഷ്യർക്ക് മുഖപക്ഷമുണ്ട്. പണമുള്ളവനെ കൂടുതൽ സ്നേഹിക്കുന്നു, സൗന്ദര്യമുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല, പാർഷ്യാലിറ്റി ഇല്ല. എന്താ തെളിവ്? ഈ വേദഭാഗത്ത് തന്നെ അതിനേറ്റവും നല്ല ഉദാഹരണം പറയുന്നു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. അപ്പം ദൈവം ചെയ്യുന്ന ന്യായവിധിക്ക് മുഖപക്ഷമില്ല. ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, അതിന് ശിക്ഷയുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു: ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. ദൈവം രക്ഷിക്കുന്നതിന് മുഖപക്ഷമില്ല, ദൈവം ശിക്ഷിക്കുന്നതിന് മുഖപക്ഷമില്ല. ദൈവം തൻ്റെ ഓമന കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നശിച്ചു പോകാനല്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഏതു ജാതിയിലും പെട്ട ഏതെങ്കിലും വ്യക്തി എന്ന് പറഞ്ഞാൽ, ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, വർണ്ണം നോക്കാതെ, ലിംഗം നോക്കാതെ, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശു മരണത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയായിക്കോട്ടെ, നിൻ്റെ ജാതി ഏതായിക്കോട്ടെ, നീ ഇതുവരെ വിശ്വസിച്ച വിശ്വാസ പ്രമാണം എന്തുമായിക്കൊള്ളട്ടെ, നീ ജീവിച്ച ജീവിത രീതി എന്തുമായിക്കൊള്ളട്ടെ, മുഖപക്ഷമില്ലാതെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവം, മുഖപക്ഷമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്നൊരു ദൈവം, മുഖപക്ഷമില്ലാതെ രക്ഷിക്കുന്ന ദൈവം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇതേ പത്രോസ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അത് കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ വീട്ടിലാണ് ആ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിനകത്ത് ജാതീയമായ ആളുകളെ സ്വീകരിക്കാൻ യഹൂദനായ പത്രോസിന് വലിയ മടിയായിരുന്നു. പക്ഷേ ഒരു രാത്രി ദർശനത്തിനകത്ത് ദൈവമായ കർത്താവ് വ്യക്തമായി ഇടപെട്ടു. അപ്പോൾ ഇടപെട്ടത് നിമിത്തം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ പറയുന്നൊരു പദമാണ്, ആ പ്രസംഗത്തിനകത്ത് താൻ പറഞ്ഞൊരു പദമാണ് അപ്പോസ്തലപ്രവൃത്തി 10:34-35 വാക്യം. എന്താണെന്നറിയാമോ? അപ്പോൾ പത്രോസ് വായി തുറന്നു പറഞ്ഞു തുടങ്ങിയത്: ദൈവത്തിന് മുഖപക്ഷമില്ല, ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അതേ പത്രോസാണ് താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് മുഖപക്ഷമില്ലാത്ത ദൈവം. മുഖപക്ഷമില്ലാത്ത ദൈവം എന്ന് പറയുമ്പോൾ രക്ഷിക്കുന്ന കാര്യത്തിൽ, വിടുവിക്കുന്ന കാര്യത്തിൽ മുഖപക്ഷമില്ല. ആമേൻ. നമുക്കറിയാം, സുറഫോനിക്കക്കാരിയായിരുന്ന ഒരു സ്ത്രീ തൻ്റെ പൈതലിൻ്റെ വിഷയവുമായി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസം നിമിത്തം കർത്താവോട് വിടുതൽ അയക്കുക. എന്താ കാര്യം? പുറംജാതിക്കാരിയായ സ്ത്രീയാണ്, പക്ഷേ വിടുതലയക്കുന്നതിന്
ജാതി യേശുവിന് വിഷയമല്ല. നിന്നെ കേൾക്കുന്ന പ്രിയരെ, താങ്കളെ രക്ഷിക്കാൻ എൻ്റെ കർത്താവിന് നിൻ്റെ ജാതി വിഷയമല്ല. നീ യേശുവിൽ വിശ്വസിച്ചാൽ അവിടുന്ന് നിന്നെ വിടുവിക്കും. രക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും മുഖപക്ഷമില്ലാത്തൊരു ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. കൊലോസ്യ ലേഖനം 3:25 വായിക്കുന്നു, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തവണ്ണം പ്രാപിക്കും. അടുത്ത പദം ഇങ്ങനെ എഴുതിയേക്കുന്നത്, മുഖപക്ഷമില്ല. ഒരുപക്ഷെ നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകളായിരിക്കും. അനേക ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും ദൈവവേലയ്ക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ദൈവത്തിന് മാനദണ്ഡമല്ല. അവസാനം വരെ വിശുദ്ധിയോടെ നിൽക്കണമെന്നുള്ളത് ദൈവത്തിന് നിർബന്ധമാണ്. ഒരുപക്ഷെ സ്ഥലം കൊടുത്തവരായിരിക്കാം, സമയം കൊടുത്തവരായിരിക്കാം, പണം കൊടുത്തവരായിരിക്കാം. അതൊന്നും ഇവിടെ മാനദണ്ഡമല്ല. മുഖപക്ഷമില്ല പ്രിയരെ. നമ്മൾ ആരാന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. അവിടുന്ന് ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതാ പറയുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുന്നവന്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. അപ്പോൾ ഒന്നാമത് ആ പദം ഇതാണ്, മുഖപക്ഷമില്ലാത്ത ദൈവം. രക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും ദൈവത്തിന് മുഖപക്ഷമില്ല. അസന്നിഗ്ധമായ ഭാഷയിൽ കൃത്യമായി ബൈബിൾ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ ആരാന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. വിശ്വസിച്ചാൽ വിടുവിക്കും, അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷിക്കും, ന്യായം വിധിക്കും. യാതൊരു സംശയമില്ല. മുഖപക്ഷം കൂടാതെ അടുത്ത പദം, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ. മുഖപക്ഷമില്ലാത്ത ദൈവം എന്ന് പറയുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പ്രവൃത്തിക്ക് ന്യായം വിധിക്കുന്ന ദൈവം എന്നാണ് ആ പദം. ബൈബിൾ പറയുന്നു, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു ന്യായവിധിയുണ്ട്. ആമേൻ. ന്യായവിധി ഉണ്ട് എന്ന് പറയുമ്പം എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന രണ്ട് കാര്യം, ഒന്ന് മരണം, ഒരിക്കൽ മരണം. മരണം കഴിഞ്ഞാൽ പിന്നെ ഇത് വെയിറ്റ് ചെയ്യുന്നത് ന്യായവിധിക്കായിട്ടാണ്. മേൻ. അതേ കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുക 5:29, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എന്നാൽ അതൊരു എല്ലാവർക്കും ന്യായവിധിയുണ്ടോ? എല്ലാവർക്കും ശിക്ഷാവിധിയുണ്ടോ? ഭയപ്പെടണ്ട. യോഹന്നാൻ 5:24, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന വാക്യമാണ് യോഹന്നാൻ 3:16. എന്നാൽ 18-ാം വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. എന്താ അറിയാമോ? അവനിൽ വിശ്വസിക്കുന്നവൻ ആരായി? അവൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലെ മനുഷ്യർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന്, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. യോഹന്നാൻ 3:18. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. റോമാലേഖനം 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എത്രയോ ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്. അതേ പ്രിയരെ, ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കൂട്ടരാരാ? അത് ശിക്ഷാവിധിയിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടരാരാ? രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനമാ. ആമേൻ. മത്തായി സുവിശേഷം 12:36 കർത്താവ് പറയുകയാണ്, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കെന്ന് പറയുമ്പോൾ കെയർലെസ് വേർഡ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കെയർലെസ് ആയിട്ട് പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ
കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യൻ പറയുന്ന വാക്കിന് എന്തുണ്ട്? ന്യായവിധിയുണ്ട്. വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് വചനത്തിലൂടെ ഇടപെടുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നോക്കിക്കേ, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ, അതായത് നിൻ്റെ ശരീരം ആത്മാവും സെപ്പറേറ്റ് ആകുന്നതിന് മുമ്പ്, നീ ശരീരത്തിലായിരിക്കുന്ന സ്റ്റേജിൽ, നീ ജീവനോടായിരിക്കുന്ന സ്റ്റേജിൽ നീ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ട ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടണം. എന്താ? നല്ലതാകിലും തീയതാകിലും ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കുന്നൊരു ദിവസമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നൊരു ദൈവം. 1, മുഖപക്ഷം കൂടാത്ത ദൈവം. 2, മുഖപക്ഷം കൂടാതെ മനുഷ്യൻ്റെ പ്രവർത്തിക്ക് ന്യായം വിധിക്കുന്ന ദൈവം. പഴയ നിയമത്തിൽ നമുക്കറിയാം അല്ലേ, ന്യായം വിധിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവത്തോട് മറുത്തു മത്സരിച്ചപ്പോൾ, ദൈവ വഴി വിട്ടു പോയപ്പോൾ തൽക്ഷണം ന്യായവിധി കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, ജാതികളിൽ ദൈവം അയച്ചു. അതേ ദൈവം പുതിയ നിയമത്തിൽ പറയുക, ഒരു ന്യായവിധിയുണ്ട്. ലോകത്തിലെ ജനത്തോട് ബൈബിൾ വിളിച്ചു പറയുന്ന ഒരു ന്യായവിധിയുണ്ട് കേട്ടോ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. മാനസാന്തരപ്പെടുക. രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് പറയുക, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ എങ്ങനെ വിളിക്കുന്നേ? പിതാവേ എന്നാ വിളിക്കുന്നേ. അങ്ങനെയാണ് കുറിവാക്യം വായിച്ചത്. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നു. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാ. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വാക്കുകൊണ്ട്, ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഇല്ലാത്തതേ സകലത്തിനെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തെ, സർവജ്ഞാനിയായ ദൈവത്തെ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അമർത്യനായ ദൈവത്തെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ, ഭൂമിയുടെ സകല പുടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവത്തെ, പർവ്വതങ്ങളിലെ തുലാസിൽ തൂക്കുന്ന സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ളൊരു ഭാഗ്യം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. 1 യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. നാം ദൈവത്തെ വിളിക്കുന്നത് പിതാവേ എന്ന, ഹെവൻലി ഫാദർ. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നും പറഞ്ഞാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കഴിഞ്ഞത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ആ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. 9-ാം വാക്യത്തിലാണ് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ പിതാവേ എന്നും. അപ്പം ദൈവത്തെ പിതാവേ എന്നും വിളിച്ചാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. പിതാവായ ദൈവമെന്നാണ് നമ്മൾ പറയുന്നത്. ത്രിയേകനായ ദൈവത്തെ പിതാവായ ദൈവമെന്നാണ് നമ്മൾ പിതാവായ ദൈവത്തെ വിളിക്കുന്നത്. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. 8-ാം വാക്യം, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. മേൻ ഇവിടെ യേശു പറയുക, നിങ്ങളുടെ പിതാവേ കരുണയുള്ള പിതാവാ. നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയാം. മത്തായി സുവിശേഷം 10:29-30 വാക്യങ്ങളിൽ യേശു കർത്താവ് അവിടെയും പറയുന്നു, കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിനകം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ പല ആവർത്തി ദൈവത്തെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശു കർത്താവ് ദൈവത്തെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പദമാണ്. 170 പ്രാവശ്യം ഏകദേശം യേശു കർത്താവ് പുതിയ നിയമത്തിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ
സ്വർഗസ്ഥനായ പിതാവ് ചെയ്തതുപോലെ നാമും ചെയ്യണമെന്ന് പല ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ നിങ്ങൾ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പോൾ ബൈബിൾ പറയുന്നു, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പിതാവേ എന്നാണ് വിളിക്കുന്നത്. പിതാവേ എന്നാണ് വിളിക്കുന്നത്, ഹെവൻലി ഫാദർ. അങ്ങനെയാണ് നിങ്ങൾ എന്തോ ചെയ്യണം? മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്. അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും കാര്യം ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മുഖപക്ഷം കൂടാത്ത ദൈവം, പിതാവായ ദൈവം, ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് കൊണ്ട് ന്യായം വിധിക്കുന്ന ദൈവം. ആ ദൈവത്തെ നിങ്ങൾ ഫാദർ എന്ന് വിളിക്കുന്നുവെങ്കിൽ, പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യുവാവേ യുവതി, ബാല്യക്കാരുത്തി, ഞാനും നിങ്ങളും പ്രവാസികളാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് പ്രവാസികളായി കടന്നുപോയവരുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ അവരവിടെ സെറ്റിലാകുകയല്ല, അവർ മടങ്ങി വരും. പ്രവാസി, അവർ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ മറ്റു യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോയവർ ഭൂരിഭാഗം ആളുകൾ മടങ്ങി വരത്തില്ല. അവരവിടെ തന്നെ സെറ്റിലാകുകയാണ്. അവിടെ വീട് മേടിച്ച്, അവിടെ വസ്തു മേടിച്ച്, അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് താമസിക്കുകയാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒക്കെ പോകുന്ന ആളുകൾ അവിടത്തെ സിസ്റ്റം അനുസരിച്ച് മടങ്ങി വരും. പ്രവാസികൾ, പ്രധാനപ്പെട്ട പ്രവാസികൾ അവരാണ്. പ്രവാസികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. ആ പദമാണ് ഇവിടെ വെച്ച് പ്രവാസികളായി, പരദേശികളായി, പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ പ്രവാസികളാണ്. മറ്റൊരു പദം പരദേശികൾ എന്നാണ് ഉപയോഗിച്ചത്. പരദേശികൾ. ആമേൻ. ഈ പുസ്തകം ആരംഭിച്ച് തുടങ്ങുമ്പോൾ ചിതറിപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ആസിയിലും ബിഥുനിയയിലും ചിതറിപ്പാകുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ പരദേശികളാണ്. ഈ ഭൂമിയിൽ നമ്മൾ പരദേശികളാണ്, പ്രവാസികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അടിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്. അഴിഞ്ഞു പോകുന്നതാണ് ഈ ശരീരം. നമ്മൾ പ്രവാസിയായി ലോകത്ത്. എന്നാൽ പ്രവാസിയായി ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? ഭയത്തോടെ ജീവിക്കണം. 1 പത്രോസ് 2:11 വായിക്കുക, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകുന്ന ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരെന്ന് ദുഷിക്കും തോറും. അവിടെ അതേ പത്രോസ് തന്നെ പറയുകയാണ് 2-ാം അധ്യായത്തിൽ, പ്രവാസികളും പരദേശികളുമാണ് നിങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ പ്രവാസികളാണ്, നമ്മൾ പരദേശികളായി ലോകത്ത്. നമ്മുടെ പൗരത്വം ഇവിടെ അല്ല. അതാ പറയുക, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം? ഭയത്തോടെ, ദൈവഭയത്തോടെ ജീവിക്കണം. പ്രവാസം എന്ന പദം അവിടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂലഭാഷയിലുള്ള പദത്തിൻ്റെ അർത്ഥം വീട്ടിൽ നിന്ന് ദൂരെ കഴിയുക എന്നാണ്. നമ്മുടെ പിതാവ് താമസിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ നിന്ന് ദൂരെ താമസിക്കുക. ദൂരെ താമസിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ ചേർക്കുവാൻ അവിടുന്ന് മടങ്ങി വരും. യേശുക്രിസ്തു മടങ്ങി വരും. അതുകൊണ്ട് ദൈവമക്കളോട് പറയുക, പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റത്തില്ല, ഭയത്തോടെ കഴിക്കണം. ഇനി മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഈ വചനത്തിന് മുമ്പാകെ സമ്പൂർണ്ണമായി സമർപ്പിക്കും? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വാതിക്കലെത്തി നിൽക്കുകയാണ്. ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ സംഭവത്തിലേക്ക്, അത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലേക്കാണ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. നമുക്ക് സമർപ്പിക്കാം, കർത്താവേ, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം ഭയത്തോടെ, ദൈവഭയത്തിൽ കഴിപ്പാൻ എന്നെ സഹായിക്കണേ. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രവാസികളാണ്, ഞങ്ങൾ പരദേശികളാണ്. ഈ ലോകത്തിൽ പരദേശികളായി, പ്രവാസികളായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഭയത്തോടെ ജീവിപ്പാൻ, ദൈവഭയത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. അവിടുന്ന് മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അവിടുന്ന് ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഈ സന്ദേശം കേട്ട സകല വ്യക്തികളെ അവിടുത്തെ വരവിനായി ഒരുക്കിയെടുക്കണമേ. അവിടുന്ന് സഹായിക്കണമേ. വിശുദ്ധിയോടെ, ഭക്തിയോടെ, ഭയത്തോടെ ജീവിപ്പാൻ, ദൈവഭയത്തിൽ ജീവിപ്പാൻ
അവിടുന്ന് സഹായിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. ഇവിടുത്തെ വരവിനെ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.